നേരെ പോ. നമുക്ക് കുറച്ചും കൂടെ ദൂരം പോയി കഴിഞ്ഞാൽ ഈ കാട്ടുമുക്കിൽ നമ്മ മാറുള്ളൂ. എടാ ഷിൻജാനെ, ഞാൻ അപ്പളെ പറഞ്ഞല്ലേ ഈ ഇടവഴിയൊന്നും കേറി വരണ്ടെന്ന്. ഇങ്ങനത്തെ ഈ വഴികളൊക്കെ കേറി വരുമ്പോഴാണ് നമ്മൾ കാടിനകത്തൊക്കെ പെട്ടു പോണത്. എനിക്ക് തോന്നുന്നത് ഇപ്രാവശ്യം അതേപോലെ നമ്മൾ പെടാനായിട്ടുള്ള എല്ലാ സാധ്യതയും എന്താടാ ഷിൻജാനെ? പ്രേതോ? ഒന്ന് പോടാ ഷിൻജാനെ. നീ പറഞ്ഞത് ശരിയാണ്, ഞാനും കണ്ടായിരുന്നു എന്തോ സാധനം ഫ്രണ്ടിൽ നിക്കണത്. നീ ഇങ്ങനെ ഇവിടെ പേടിപ്പിക്കല്ലേ. വാ, നമുക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ചിറങ്ങി നോക്കാം. പാടാ ഷിൻജാനെ. എടാ ഷിൻജാനെ, നിനക്ക് മാത്രമല്ല കണ്ണ്, എനിക്കുണ്ട്. ഞാനും കണ്ടായിരുന്നു. ഞാൻ കാണാണ്ട് ഈ വണ്ടി അവിടെ പിടിക്കോ? എന്റെ ദൈവമേ, ഞാൻ കണ്ടതാടാ രണ്ടെണ്ണം. ഡബിള് ഇവിടെ നിപ്പണ്ടായിരുന്നു. നമ്മുടെ വണ്ടി ഇടിച്ചല്ലോടാ ഷിൻജാനെ. നമ്മളിനി എന്ത് ചെയ്യും? നീ വന്നേ, ഞാനാദ്യം വണ്ടി പോയി നോക്കട്ടെ എന്തോരം ഇടിച്ചിട്ടുണ്ടെന്ന്. എടാണ്ട് നന്നായിട്ട് ഇടിച്ചിട്ടുണ്ട് ഷിൻജാനെ. അത്യാവശ്യം നല്ല ഇടിയാ ഇടിച്ചേക്കട വണ്ടി. ഇടിച്ച മരത്തിൽ പോയി കേറിയടാ. ഈ സ്ഥലത്ത് ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും കാണാനല്ല ഫ്രാങ്ക്ലിൻ ബൈ. ലൈറ്റും കൂടി ഇല്ല. എടാ അത്യാവശ്യം നല്ല ഇടി അടിച്ചേക്കട ഷിൻജാനെ. നീ വണ്ടി കയറിക്കേ. നമുക്ക് ആദ്യം വണ്ടി സ്റ്റാർട്ട് ആവൂല നോക്കാം. എനിക്ക് തോന്നണില്ല. ഒന്ന് നോക്കട്ടെ, ഞാൻ കേറണ ഷിൻജാനെ. അബദ്ധമൊന്നും വരുത്തല്ലേ. വണ്ടി എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ആവണേ. ഞാനൊന്ന് നോക്കട്ടെ ഷിൻജാനെ. ഇല്ലടാ ഇല്ലടാ ഷിൻജാനെ, നമ്മൾ പെട്ടടാ രാത്രി ഈ സ്ഥലത്ത്. എന്റെ ദൈവമേ, എന്ത് ചെയ്യുമെന്ന് പിടിയിട്ടുള്ളല്ല. എന്നാലും ആ കണ്ട സാധനം എന്ത് സാധനം ആയിക്കോട്ടെ ഷിൻജാനെ. എനിക്ക് പേടിയാവുന്നുണ്ട്. അല്ല പേടിയാവുന്നില്ല. എന്നാലും നീ എന്റെ കൂടെ നിന്നാ മതി. എടാ ഷിൻജാനെ ഇങ്ങോട്ട് വാ. ഫ്രാങ്ക്ലിൻ ബൈ, എന്തെങ്കിലും ഐഡിയ മനസ്സിൽ വരുന്നുണ്ടോ? അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. നമുക്ക് ഇവിടെ പെട്ട് നിൽക്കാൻ പറ്റില്ല. എടാ എന്ത് ഐഡിയ വരാനാണ്? എനിക്ക് രാത്രി ഒരു ഐഡിയ മഞ്ഞില്ല ഷിൻജാനെ. എനിക്കൊന്നും മനസ്സിൽ കിട്ടണില്ല. നീ എന്റെ പുറകെ ഇങ്ങോട്ട് വന്നേക്ക്. കൂട്ടത്തിൽ നിന്ന് മാറല്ലേ. ആരെങ്കിലും വരുവായിരിക്കും നമ്മളെ രക്ഷിക്കുക. ചേച്ചി ഹെൽപ്പ് ചെയ്യേ. പെട്ടിരിക്കുകയാണ്. പ്ലീസ് ഹെൽപ്പ് ചേച്ചി. ഹെൽപ്പോ? ഈ രാത്രി ഹെൽപ്പ് പോയേ? വണ്ടി എന്തായാലും ഒതുക്കാം. ഇവന്മാരൊക്കെ ഏതോ ഒരു ചെറിയ ചെക്കനുണ്ടല്ലോ. ഇവന്മാരൊക്കെ എന്താണാവോ ഈ രാത്രി കുറെ കള്ളന്മാരൊക്കെ ഇറങ്ങണ പോലെയാണ്. എന്താ മക്കളെ, എന്താ ചേച്ചി? ഞാൻ പറയാം ചേച്ചി. ഞങ്ങൾ ഇങ്ങനെ സ്പീഡിൽ ഇറങ്ങി വന്നിരുന്നു ഈ വളവിൽ കൂടെ. പെട്ടെന്ന് രണ്ട് സാധനം കണ്ടപ്പോ രണ്ട് പ്രേതത്തിനെ പോലെ തോന്നിയത്. അതുങ്ങൾ ഇവിടെ നിപ്പണ്ടായിരുന്നു ചേച്ചി. ഞാൻ പെട്ടെന്ന് വണ്ടി ഇടിച്ച് ഞങ്ങൾ പെട്ടിരിക്കണേ ചേച്ചി. ഇതേ ഞാൻ കണ്ടില്ല. ഞങ്ങളുടെ വണ്ടി ഇടിച്ച് പൊളിഞ്ഞു കിടക്കണേ ചേച്ചി. ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യേ ചേച്ചി പ്ലീസ്. നാണമൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചത് അപ്പുറത്തെ പുഴയിൽ ഒഴുക്കി വിട്ടിട്ടുണ്ട്. ശരിക്കും എന്റെ പൊന്നി ചേച്ചി, ഞങ്ങൾ കണ്ടതാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പറയാം. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇന്നെന്തായാലും നിങ്ങൾ എന്റെ വീട്ടിലേക്ക് പോരെ. കുഴപ്പമില്ല, ഇവിടെ അടുത്ത് തന്നെ എന്റെ വീട്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വേറെ വണ്ടികളൊന്നും കിട്ടാനും മാർഗമില്ല. അപ്പൊ വേഗം എന്റെ വണ്ടി കയറിക്കോ. നമുക്ക് എന്റെ വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാം. ഓ ചേച്ചി, വലിയ ഉപകാരം. ഞങ്ങൾ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ഓർത്ത് നിക്കണായിരുന്നു. ഓ എന്തായാലും വലിയ ഉപകാരം ചേച്ചി. ഈ നന്ദി ഞാൻ ഒരിക്കലും മറക്കൂല. മറക്കൊന്നും ചെയ്യണ്ട മോനെ. എന്നെ പറ്റിക്കൊണ്ടിരുന്നാ മതി. വാ കേറിക്കോ. എന്റെ വീട്ടിൽ കുറച്ച് സൗകര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അതൊന്നും കുഴപ്പമില്ല ചേച്ചി. ഇന്നിപ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് രക്ഷിച്ചിട്ട് എവിടെയെങ്കിലും കുറച്ച് ആളുള്ളടത്ത് നിർത്തിയാ മതി. ഞങ്ങൾക്ക് അത് മാത്രമേ ഉള്ളൂ. ഓക്കെ മോനെ, അതൊന്നും കുഴപ്പമില്ല കുട്ടാ. ഓക്കെ, മോന്റെ പേരെന്തായിരുന്നു? ചേച്ചി, എന്റെ പേര് ഷിൻജാൻ എന്നാണ്. അപ്പൊ മോന്റെ കൂടെ ഉള്ളതാരാ? മോന്റെ അച്ഛനാണോ? അല്ലല്ല, ഞാനും എന്റെ അച്ഛനൊന്നുമല്ല. എന്റെ പേര് ഫ്രാങ്ക്ലിൻ. ഞാനിവന്റെ ഒരു മാമനാണ്. അപ്പൊ മാമനും മോനും കൂടെ ഈ രാത്രി എവിടെ പോയിട്ട് വരുവാണ്? ഈ വഴിയൊന്നും അങ്ങനെ ആരും സഞ്ചരിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങളിവിടെ ഞങ്ങളുടെ ഒരു കസിൻ ഉണ്ട്. അവന്റെ പേര് ട്രെവർ എന്നാണ്. അവന്റെ വീട്ടിൽ പോയിട്ട് വന്ന വഴിയാണ് ഈ കാണുന്നത്. അപ്പൊ ഈ വഴി പോയാ മതി എന്ന് ഈ ഷിൻജാൻ പറഞ്ഞു. ഈ വഴി ഒരു ഷോർട്ട് കട്ട് ഉണ്ട് അത്രേ, ലോസ് ആൻഡോസിലേക്ക്. അങ്ങനെ കേറി പോയതാണ് എന്റെ പൊന്നു ചേച്ചി ഈ വഴി. സോറി ഫ്രാങ്ക്ലിൻ ബൈ, എനിക്ക് വഴി തെറ്റിയെന്നാ തോന്നുന്നത്. ഞാൻ പണ്ട് എപ്പോഴോ ട്രെവർ വാങ്ങാൻ ഈ വഴി കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വഴി ഉറപ്പിച്ച് പറഞ്ഞത്. പക്ഷേ ഈ വഴി അല്ല ഫ്രാങ്ക്ലിൻ ബൈ. അത് എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇനിയിപ്പോ പറഞ്ഞിട്ട് ഒരു കാര്യമുള്ള ഷിൻജാനെ. ചേച്ചി, ഞാൻ വേറെ കാര്യം ചെയ്യട്ടെ. നമ്മൾ ഇവിടെ നിന്ന് അധികം പോകാനുണ്ടോ നിങ്ങളുടെ വീട്ടിലേക്ക്? കാരണം ഇപ്പൊ നമ്മൾ കുറച്ചധികമല്ല സഞ്ചരിക്കണത്. ഒട്ടുമില്ല, ഇവിടെ തൊട്ടടുത്താണ്. ആകെ 2 വളവേ ഉള്ളൂ. ഓരോരോ 10 കിലോമീറ്റർ കഴിയുമ്പോഴും ഒരു വളവ്. അങ്ങനെ അത്രേ ഉള്ളൂ. ചെറിയ ദൂരമാണ് എന്റെ വീട്ടിലേക്ക് ഇവിടുന്ന്. 10 കിലോമീറ്റർ? അയ്യോ, അത് കുറെ ദൂരല്ലേ. ദൂരമൊന്നൊരു പ്രശ്നമുള്ള ഷിൻജാനെ. നമുക്ക് എവിടെയെങ്കിലും കുറച്ച് ലൈറ്റും വെളിച്ചമൊക്കെ ഉള്ളൊരു സ്ഥലത്ത് പോയി നിന്നാ മതി. അപ്പോ വേഗം ഓടിക്കോ ചേച്ചി. എനിക്ക് ചെറുതായിട്ട് ടെൻഷൻ അവിടെ ഉണ്ട്. നാളെ രാവിലെ പോയിട്ട് ഞങ്ങളുടെ വണ്ടി അവിടെ നിന്ന് എടുക്കണം. അപ്പൊ അതിനുവേണ്ടി എന്തെങ്കിലും. അത് നാളെ രാവിലത്തെ
കാര്യമല്ലേ, അത് നമുക്ക് പിന്നെ നോക്കാന്ന്. രാവിലത്തെ കാര്യം രാവിലെ, ഇപ്പോഴത്തെ കാര്യം ഇപ്പോൾ. മനസ്സിലായോ മോനെ? ചേച്ചി എന്താ വണ്ടി ഒന്ന് നിർത്തിയത്? റിവേഴ്സ് ഒക്കെ പോണ എന്ത് പറ്റി ചേച്ചി പെട്ടെന്ന്? അയ്യോ ഒന്നുമില്ല, പേടിക്കണ്ട കേട്ടോ. ഞാനേ നമ്മുടെ വഴി ചെറുതായിട്ടൊന്ന് മാറിപ്പോയതാ. നമുക്കിത് ഈ വഴിയാണ് പോവേണ്ടത് കേട്ടോ കുട്ടാ, ആരും പേടിക്കണ്ടല്ലോ. ചേച്ചി ഇവിടെ ശരിക്കും പ്രേതബാധയുള്ള സ്ഥലമാണ് ചേച്ചി. ഇത് ഞങ്ങള് കണ്ടത് ശരിക്കും പ്രേതത്തിനെ ചേച്ചി. എനിക്ക് ഉറപ്പാണ് 2 പ്രേതത്തിനാണ് ഞാൻ എന്റെ ഫ്രാങ്ക്ലിൻ ബൈക്ക് കണ്ടത്. ഇല്ല മോനെ, അതൊക്കെ ചുമ്മാ ആൾക്കാർ പറയുന്നതാ. അങ്ങനെയൊന്നുമില്ല. അതെ നമ്മുടെ വീട് എത്താറായി കേട്ടോ. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ. ഈ ഗേറ്റിന്റെ അപ്പുറത്താണ് എന്റെ വീട്. ഓഹോ എന്റെ പൊന്നോ, ഇപ്പോഴാണ് ഞങ്ങളുടെ ശ്വാസം ഒന്ന് നേരെ വീണത്. ഇനി കുറച്ച് ആൾക്കാരെയൊക്കെ കാണാല്ലോ. ആ ഗേറ്റ് ഒക്കെ തുറന്നു വാ, നേരെ പോട്ടെ ചേച്ചി. വേഗം വീട്ടിൽ കേട്ട് ഞങ്ങള് അല്ല ഇവിടെ എന്താ ചേച്ചി ലൈറ്റ് ഒന്നും ഇല്ലാത്തത്? മൊത്തം ഇരുട്ടാണല്ലോ ഈ ഭാഗത്തൊക്കെ ഫുള്ള്. ഒരുപാട് കാടൊക്കെയുള്ള സ്ഥലമല്ലേ മോനെ, അപ്പൊ ചിലപ്പോ കറണ്ട് പോയതായിരിക്കും. നിങ്ങൾ എന്തായാലും വാ എന്റെ പുറകെ. നമ്മളിവിടെ എത്തി. ഇനി നിങ്ങൾ ധൈര്യമായിട്ട് എന്നോളൂ, പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് എന്റെ വീടിനകത്തേക്ക് പോവാം. വാ. ഓ വിഷമട്ട ഷിഞ്ചാനെ, ഈ ചേച്ചിനെ നമ്മ കണ്ടില്ലായിരുന്നെങ്കിൽ നമ്മളാ കൊടും കാട്ടി പെട്ടുപോയാലാണ് ഷിഞ്ചാനെ. ഫ്രാങ്ക്ലിൻ ബൈ എത്രയും പെട്ടെന്ന് രാവിലെ മതിയായിരുന്നു. എനിക്കാണെങ്കിൽ രാത്രി ലൈറ്റ് ഇല്ലാണ്ടിട്ട് ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട് ഫ്രാങ്ക്ലിൻ ബൈ. കുട്ടാ നിങ്ങൾ പേടിക്കണ്ട മോനെ, നിങ്ങൾ എന്തായാലും സേഫ് ആയിട്ട് എന്റെ കയ്യിൽ തന്നെ എത്തിയല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ദാ ഇതാണ് എന്റെ വീട്. പക്ഷേ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അകത്ത് ഫാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ ദാ അവിടെ ആ പുറത്തെ ഒരു പാറയുടെ പൊക്കത്ത് കിടന്ന് ഉറങ്ങിക്കോളൂ. വേണമെങ്കിലേ അവിടെ ആവുമ്പോ നല്ല തണുപ്പ് ഉണ്ടാവും. സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. ധൈര്യമായിട്ട് ഇരുന്നോളൂ. ഓക്കെ ചേച്ചി, നാളെ രാവിലെ ഞങ്ങളുടെ വണ്ടിയുടെ അടുത്തേക്ക് ഒന്ന് ആക്കി തരണം കേട്ടോ. ഒരുപാട് ദൂരം നമ്മൾ ഇങ്ങോട്ട് വന്നില്ല. അത് രാവിലെ അല്ലേ മോനെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇപ്പോഴത്തെ കാര്യം ഇപ്പോ, നാളെ രാവിലത്തെ കാര്യം നാളെ രാവിലെ. ഇപ്പൊ നിങ്ങൾ എന്തായാലും കിടന്ന് ഉറങ്ങിക്കോളൂ. കാരണം സമയം 12 മണി ആവാറായല്ലോ, രാത്രിയായേ. ഇനി കിടന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രേതം വരും കേട്ടോ. എന്റെ പൊന്നെ, ഈ ചേച്ചി ഇങ്ങനെ കിടന്ന് പേടിപ്പിക്കല്ലേ. ഞങ്ങള് കിടന്ന് ഉറങ്ങിക്കോളാം. 12 മണിന്നൊന്നും പറയല്ല. എന്റെ ഫ്രാങ്ക്ലിൻ ബൈക്ക് പേടിയാണ്. നീ ഒന്ന് പോയാ ഷിഞ്ചാനെ. ആ ശരി എന്നാ, അപ്പൊ നാളെ കാണാം കേട്ടോ. നാളെ അല്ലടാ, നിന്നെയൊക്കെ ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു തരാം. നീയൊക്കെ ഒന്ന് ഉറങ്ങി കഴിയട്ടെ. എന്തൊരു തങ്കപ്പെട്ട സ്ത്രീ അല്ലേ ഫ്രാങ്ക്ലിൻ ബൈ. ഇത്ര നല്ല സ്ത്രീയെ നമ്മൾ ഈ രാത്രി കണ്ടുപിട്ടെന്ന് ഞാൻ ഓർത്തില്ല ഫ്രാങ്ക്ലിൻ ബൈ. കിടന്ന് ഡയലോഗിക്കാണ്ട് കിടന്ന് ഉറങ്ങണോ ഷിഞ്ചാനെ? 12 മണിയെന്ന് പുള്ളിക്കാരി പറഞ്ഞില്ലേ? ഫ്രാങ്ക്ലിൻ ബൈ, ഈ പൊക്കത്തേക്ക് ആകാശം നോക്കിയിട്ട് ഇങ്ങനെ പുറത്ത് കിടക്കാനായിട്ട് നല്ല രസമുണ്ടല്ലേ ഫ്രാങ്ക്ലിൻ ബൈ. നമുക്ക് സമയം കളയണ്ട ഫ്രാങ്ക്ലിൻ ബൈ. പെട്ടെന്ന് കിടന്ന് ഉറങ്ങി രാവിലെ ഏക്കണം. 12 o'clock midnight. എല്ലാത്തിനെയും ഞാൻ രാത്രി തീർക്കാൻ പോവാടാ. വിളിച്ചോണ്ട് വന്നെങ്കിൽ ഇതിനെയൊക്കെ കൊല്ലാനും എനിക്കറിയാടാ ചെക്കന്മാരെ. ഈ ഗ്രാനിയുടെ അടുത്ത് നിനക്കൊന്ന് രക്ഷപ്പെടാൻ പറ്റില്ലടാ. കൊല്ലാൻ പോവാടാ എല്ലാത്തിനെയും ഞാൻ. എവിടെയാടാ നീയൊക്കെ? ഉറങ്ങിയോ? എങ്കിൽ നീയൊക്കെ എന്നേക്കുമായി ഉറങ്ങാൻ പോവാടാ. ഈ ഗ്രാനിയുടെ കയ്യിൽ വന്ന ഒരുത്തരം തിരിച്ചു പോയിട്ടില്ലടാ ഷിഞ്ചാനെ. ഉറങ്ങുവാണല്ലേ നിങ്ങൾ? നീയൊക്കെ എന്ത് മണ്ടന്മാരാടാ പൊട്ടന്മാരെ. എന്നെ കണ്ടറിഞ്ഞൂടെ ഞാൻ പ്രേതമാണെന്ന്? നിന്റെയൊക്കെ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്നത് ഞാനാടാ പൊട്ടന്മാരെ. എന്നിട്ട് നിന്റെ വണ്ടിയൊക്കെ ഞാൻ ഇടിപ്പിക്കുകയും ചെയ്തു. ഇനി നിനക്കൊന്നും ഇവിടുന്ന് പോക്കില്ലടാ. ഈ ഗ്രാനിയുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞു നീ. ഇനി നിങ്ങളെ ഞാൻ കൊല്ലാൻ പോവാടാ. ഇതാരാണത് പൊക്കത്തോ നിക്കണ? എടാ ഷിഞ്ചാനെ എണീക്കടാ. നേരത്തെ കണ്ട സാധനം വന്നേക്കണം. ഷിഞ്ചാനെ എണീക്കടാ, എണീക്ക്. ഇനി അവരെണീറ്റിട്ട് നിനക്കൊരു കാര്യമില്ലടാ. നിന്നെ ഞാൻ തട്ടാൻ പോവാടാ ചെക്ക. ഗ്രാനിയ സ്വന്തം അമ്മൂമ്മേനെ പോലെയാണോ പറയണത്? ഇറങ്ങി ഓർഡർ പൊട്ടാ ഷിഞ്ചാനെ. എടാ ഷിഞ്ചാനെ സ്ലോ മോഷൻ കളിക്കാൻ ഓടിക്കോ. അതിന്റെ പ്രാന്താണ്, അത് പ്രേതോടാ. 20 minutes later. അയ്യോ ആ ഗ്രാനി ഷിഞ്ചാനെ പുറകെ നല്ലോണം പിടിച്ചോ. ഷിഞ്ചാൻ എന്റെ കൂടെ ഇല്ലേ? ഷിഞ്ചാനെ കാണാനല്ല. അപ്പൊ എന്റെ കൂടെ ഷിഞ്ചാൻ ഇറങ്ങി ഓടിയില്ല ഇവിടെ നിന്ന്. എന്റെ ദൈവം, എനിക്ക് തോന്നണ ആ ഗ്രാനി നമ്മുടെ ഷിഞ്ചാൻ അവിടെ പിടിച്ചു വെച്ചേക്കണെന്ന് എനിക്ക് തോന്നണത്. നമ്മളിപ്പോ എവിടെയാണ്? ഏതോ ഒരു കാട്ടിലേക്കാണ് ഓടി കയറിയേക്കണത്. ഓ ആ ഗ്രാനിയുടെ വീട്. എനിക്ക് തോന്നണ നേരത്തെ നമ്മുടെ വണ്ടി ആക്സിഡന്റ് ആക്കിയത് എല്ലാ ഗ്രാനിയാണ്. മനഃപൂർവ്വം ആ ഗ്രാനി നമ്മളെ കൊല്ലാനായിട്ട് എവിടെയോ പിടിച്ച് നിർത്തിയിട്ട് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയതാണ്. അവള് വേഷം മാറി വന്നതാണ് ആ കണ്ടത്, ആ പെണ്ണിന്റെ രൂപത്തില്. നമ്മൾ ശരിക്കും കേറി പോവാൻ പാടില്ലായിരുന്നു. ഷിഞ്ചാനിപ്പോ അവിടെ പെട്ടും പോയി. നമ്മൾ ഇനി എന്ത് ചെയ്യും? ഇവിടെ എന്തോ ഒരു തീ കാണുന്നത്. ഇതാരാണിത്? എന്തോ സ്വാമിജിനെ പോലെ ഉണ്ടല്ലോ കണ്ടിട്ട്. ഇത് ആരാണാവോ ഇത്? ഞാനാണ് ജീബൂമ്പ. ഇതെന്ത് പണ്ടാരുന്നത്? ഗ്രാനിയുടെ നോട് രക്ഷപ്പെട്ട ജീബൂമ്പയുടെ അടുത്താ. എന്താണിത് ഈ
ഇപ്പൊ പറഞ്ഞത് ഗ്രാനി എന്താണോ? ഗ്രാനി എന്നാ പറഞ്ഞത്. എന്തേ വല്ല പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഗ്രാനീനെ? ആഹാ, എനിക്ക് എങ്ങനെ അറിയാതോ? അവളല്ലേ എന്നെ ഇങ്ങനെ ആക്കിയത്. എനിക്ക് 2 കൊമ്പ് തന്നത് അവളാണ്. എന്റെ ശരീരം മുഴുവനും അവൾ മാറ്റി. എനിക്ക് അവളോട് പ്രതികാരം ചെയ്യാൻ പറ്റാതെ ഞാനിങ്ങനെ ഇരിക്കുവാണ്. പ്രതികാരം? എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്തൊക്കെയാ പറയണത്? എന്നെ ആ ഗ്രാനി ഇപ്പൊ ഓടിച്ചിട്ട് എന്റെ കൂടെയുള്ള എന്റെ ഷിൻജാൻ അവളവിടെ പിടിച്ചു വെച്ചേക്കണാണ്. അവള് പിടിച്ചു വെച്ചല്ലേ? എന്നാ അവൾ അവനെ അടുത്ത സമയം തന്നെ കൊല്ലും. കൊല്ലുന്ന എന്തൊക്കെയാണ് ജീമ്പുമ്പി പറയണത്? അവൻ ഷിൻജാൻ, നിങ്ങളൊക്കെ എന്ത്? ഞാനിത് എവിടെയാണ് വന്ന് പെട്ടേക്കണത്? നിങ്ങൾ വന്ന് പെട്ടേക്കുന്ന സ്ഥലത്തിന്റെ പേര് ഗ്രാനിയുടെ കാട്. നിനക്ക് നിന്റെ ഷിൻജാനെ തിരിച്ചു വേണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. ഞാൻ നിന്റെ ഫ്രണ്ടാണ്, ശത്രുവല്ല. എനിക്ക് എന്തായാലും ഷിൻജാനെ തിരിച്ചു കിട്ടിയേ പറ്റുള്ളൂ. ഷിൻജാനാണ് എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. എനിക്ക് എങ്ങനെയെങ്കിലും അവനെ തിരിച്ചു പിടിക്കണം. ഞാൻ എന്താ ചെയ്യണത്? സ്വാമിജി പറയൂ. അല്ല ജീമ്പൂമ്പ പറയൂ. ഞാൻ പറഞ്ഞു തരാം. അവള് എന്നെ തളച്ചതുപോലെ നിങ്ങളെയും തളക്കും. അത് നിങ്ങള് സമ്മതിച്ചുകൂടാ. ഞാൻ എന്റെ തപസ്സിലൂടെ കണ്ടെത്തിയ വലിയ ഒരു ആയുധമുണ്ട്. ഈ ലോകത്ത് അവളെ കൊല്ലാനായിട്ട് ആ ഒരു ആയുധം വെച്ച് മാത്രമേ പറ്റുള്ളൂ. ആ ആയുധം ഞാൻ നിനക്ക് തരാം. അതുകൊണ്ട് നീ അവളെ ശക്തമായി വെടിവെച്ച് കൊല്ലണം. പറ്റുമോ നിനക്ക്? ഞാൻ ചെയ്യാം. എനിക്ക് ഷിൻജാനെ തിരിച്ചു കിട്ടാനായിട്ട് ഞാൻ എന്ത് ചെയ്യും? കാരണം എനിക്ക് അവനില്ലാണ്ട് തിരിച്ചു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. വളരെ വളരെ നല്ല തീരുമാനം. ഞാൻ എന്റെ ആയുധത്തെ തിരിച്ചെടുക്കാൻ വേണ്ടി പോകുകയാണ്. ജീംബൂംബ ജിംബർലക്ക. ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ ആയുധം. ഇത് ഇനി മുതൽ നിനക്ക് സ്വന്തം. നീ അവളെ ശക്തമായി തിരിച്ചടിച്ച് നിന്റെ ഷിൻജാനെ കൊണ്ട് പോകണം. അത്രമുള്ളൂ എനിക്ക്. എന്റെ പ്രതികാരവും ഞാൻ ഇതിലൂടെ വീട്ടിക്കോളാം. സന്തോഷപൂർവം ഈ ആയുധം മേടിച്ചുണ്ട് പെട്ടെന്ന് പോകൂ. നിന്റെ ഷിൻജാനെ എന്നിട്ട് അവിടുന്ന് മോചിപ്പിച്ചോണ്ട് വാ. ജീമ്പൂമ്പേ, ഇതേ തോക്കെന്റെ കൈ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതായിട്ട് പോയിട്ട് ആ ഗ്രാനീനെ തട്ടി എന്റെ ഷിൻജാനായിട്ട് വരാ. ജീമ്പൂമ്പ പോയി ജയിച്ചിട്ട് വരൂ. തഥാസ്തു. അപ്പൊ നമ്മുടെ എല്ലാ കൂട്ടരും നീ നമ്മുടെ കൂടെ തന്നെ നിൽക്കണം. നമ്മൾ നമ്മുടെ തോക്കായിട്ട് നമ്മുടെ ഗ്രാനിനെ തീർന്ന് നമ്മുടെ ഷിൻജാനെ തിരിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. ഉറപ്പായിട്ട് ഈ വീഡിയോ എല്ലാരും ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഫുള്ള് സബ്സ്ക്രൈബ് ചെയ്താലേ ഉള്ളൂ നമുക്ക് ഇതിനൊക്കെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ അത് ചെയ്യണം. നമ്മുടെ തോക്കാണെങ്കിൽ ഹെവി പവർ. ലേസർ പോലെയൊക്കെയാണ് പോണത്. ഇതിന്റെ പവർ ആ ജീമ്പൂമ പറഞ്ഞ പോലെ വേറെ ലെവലാന്ന് തോന്നുന്നു. ഇതിന്റെ മുമ്പിൽ ആ ഗ്രാനിയൊക്കെ എന്ത് ചുമ്മാ ഞാൻ തോപ്പിക്കും. കണ്ടോ? നമുക്കിനി ഒട്ടും സമയമില്ല കളയാനായിട്ട്. നമ്മുടെ ഷിൻജാന അവൾ എന്താ ചെയ്തേക്കണം നമുക്കറിയില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ഗ്രാനിയുടെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ ഷിൻജാനെ പൊക്കെടുക്കണം. ആ ഗ്രാനീനെ എന്ന് ഞാൻ Later that night. ഗ്രാനി എന്തിനാണ് ഗ്രാനി എന്നെ പിടിച്ചു വെച്ചേക്കണത്? എന്റെ ഫ്രാങ്ക്ലിൻ പോയി ഓടിപ്പോയിട്ടില്ലേ? എന്നെ ഓടിപ്പോവാൻ സമ്മതിക്കും ഗ്രാനി. ഞാനിപ്പോ എത്ര നേരമായി ഏറി കിടന്ന് ഓടുന്നത്. എന്നെ ഒന്ന് വിടു ഗ്രാനി പ്ലീസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. എനിക്ക് ആ തള്ളയുടെ ഊളച്ചിരി കേൾക്കാം. ഇവരെന്നെ വിളിച്ചു കയറ്റിയതാണ് ഈ പ്രശ്നത്തിൽ മുഴുവനും. ഇന്ന് അവരെ ഞാനുണ്ടല്ലോ പൊതപ്പിക്കും. ഞാൻ ഉറപ്പുള്ള കാര്യമാണത്. ഷിൻജാനെ രക്ഷിക്കണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. ഗേറ്റ് വഴി എന്തായാലും കേറാൻ പറ്റില്ല. അവൾ അടച്ചു പൂട്ടിയിട്ടേക്കും. പക്ഷെ നമ്മൾ ബുദ്ധി കുറഞ്ഞിരിക്കണം. നമുക്ക് ആ ലെഫ്റ്റ് സൈഡിൽ കൂടി കയറാം. അവിടെ ഒരു മലയാണ്. ആ മലയുടെ പൊക്കത്തോടി കയറി ചാടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കോമ്പൗണ്ടിനകത്തോട്ട് കയറാൻ പറ്റും. നമുക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു കയറാൻ പറ്റുള്ള. സോറി, ഒന്നുകൂടി. ഈ തോക്കിന് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ടേ. ഓക്കെ ഫൈൻ, നമ്മൾ ചാടി കയറിയിട്ടുണ്ട്. നമുക്ക് ഇനി ഈ വഴി തരുന്നുണ്ട്. തെറ്റി വീഴല്ലേ. ഗ്രാനിയുടെ മുമ്പിൽ പോയി വീഴുമ്പോ പയ്യപ്പോ. ഓക്കെ മരത്തടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഗ്രാനിയുടെ ഫുള്ള്. നമുക്ക് ഇതിന്റെ ഇടയിലൂടെയൊക്കെ പതുക്കെ ഒളിച്ചെന്ന് വേണം പോവാനായിട്ട്. ആ തിളച്ച് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഓടി വരും മറ്റേ വാക്കത്തി അല്ല കോടാലിയായിട്ട്. നമുക്ക് ഈ വീടിന്റെ സൈഡിലൂടെ എനിക്ക് അവരെ ചെറുതായിട്ട് അറ്റത്ത് കാണാം. നേരത്തെ ഞങ്ങളെ കിടത്തി ഉറക്കാൻ നോക്കി അതേ സ്ഥലത്ത് നമ്മുടെ ഷിൻജാനായിട്ട് അവിടെ നിപ്പുണ്ട്. നമ്മളവര് കാണാൻ പാടില്ല. നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് വേണം അറ്റാക്ക് ചെയ്യാനായിട്ട്. നമ്മൾ ഡയറക്റ്റ് ഒന്ന് അറ്റാക്ക് ചെയ്തിരുന്നാൽ ചിലപ്പോ ആ ഒരു സമയത്ത് നമ്മുടെ ഷിൻജാന അവരെന്തെങ്കിലും ചെയ്തേക്കും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല.
കുറച്ച് ബുദ്ധിപൂർവ്വം നമുക്ക് ഏതെങ്കിലും ഒരു വീടിന്റെ സൈഡിലൂടെ ചെന്നിട്ട് അതാ നമുക്ക് ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ പ്ലാൻ എല്ലാം സക്സസ് ആയിട്ട് നമ്മൾ ഇവിടത്തോളം എത്തിയിട്ടുണ്ട്. നമ്മുടെ ഗ്രാനിയുടെ തൊട്ടടുത്തെത്തി. നമ്മളിപ്പൊ കണ്ട ആ ചേച്ചി ഇപ്പൊ പുറകെ ഓടിച്ചിടും. ഓ ചേച്ചിയല്ല പട്ട് കിളവി. എന്റെ പൊന്നെ, എന്റെ ഷിൻജാൻ എന്താ ചെയ്യണം ഓടിയിട്ട് അവനെ കെട്ടിട്ടേക്കണം തോന്നുന്നു. നമുക്കിനി ടൈം കളണ്ട, അറ്റാക്ക് ചെയ്യാൻ തുടങ്ങാം. ഷിൻജാനെ പേടിക്കണ്ട, ഫ്രാങ്ക്ലിൻ ബോയ് വന്നിട്ടുണ്ട്, നീ പേടിക്കണ്ട. ഗ്രാനിനെ ഇന്ന് ഞാൻ ഇവിടെ കീഴ്പ്പെടുത്തോളാം. പക്ഷെ ഞാനിപ്പോ അറ്റാക്ക് ചെയ്ത് നിങ്ങളെല്ലാരും കണ്ടല്ലേ. പക്ഷെ എന്നിട്ടൂല ഗ്രാനിക്ക് ഒരു കുഴപ്പമില്ലാണ്ടത് അവളെ കിടന്ന് തുള്ളിക്കൊണ്ടിപ്പോണ്ടല്ലോ. ഇതെന്താ സംഭവം? ഇനി നമ്മൾ ആ ജീമ്പുമ്മ പറ്റിച്ചതാണ്. ഇല്ല ജീമ്പുമ്മ പറ്റിച്ചത്. ഗ്രാനി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. ഓ നമ്മളെ കണ്ട് അറ്റാക്ക് ചെയ്തോ. നമുക്ക് മാറാം. അയ്യോ അതെ നമ്മുടെ പുറകെ വരുന്നുണ്ട്, നമുക്ക് ഓടിക്കളയാതെ. എന്റെ പൊന്നെ പുറകെ വന്യ മറ്റേ മഴവായിട്ട്. നിന്റെ ഷിൻജാനെ ഞാൻ കൊല്ലാതെ വെച്ചത് നീയും കൂടെ വന്നിട്ട് ഒരുമിച്ച് കൊല്ലാന്ന് ഓർത്തിട്ടാടാ പൊട്ട. ഓ ഇവർക്ക് ഇതൊന്നും ഏക്കുന്നില്ലട്ടോ. എനിക്ക് തോന്നുന്നു നമ്മളാ ജീമ്പുമ്മ പറ്റിച്ചതെന്നാണ്. അവരതിന്റെ ഇടയിലൂടെ ഒക്കെ നടന്നു തന്നെ. ഇതെന്താണിത്? അവർക്ക് നമ്മൾ BGM-ഉം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ലൈറ്റൊക്കെ എഫക്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കണ പോലെയാണ് അവർ നടന്നു പോയി അതിന്റെ ഇടയിൽ കൂടി. എനിക്ക് തോന്നുന്നുള്ള നമുക്ക് ഈ ഒരു ഗണ്ണ് വെച്ചിട്ട് അവരെ കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന്. പക്ഷെ നമ്മൾ നല്ലോണം ട്രൈ ചെയ്യണം. നമുക്ക് അടുത്തോട്ട് തന്നെ വന്നോണ്ടിരിക്കണ ഗ്രാനി. ഓ ഇത്ര പ്രായം ഉണ്ടായിട്ട് പോലും അവർ ഈ ഗണ്ണിന്റെ ലേസർ പോലും അവരുടെ മേത്ത് പോലും കൊള്ളണം. നമുക്ക് ഈ വഴി ഓടാ. നമ്മളുടെ പുറകിൽ എത്തരുത്. അവര് അടുത്തെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് അവരതിന് വെട്ടും. ഗ്രാനിയാണ് പ്രായമുള്ളത് കൊണ്ടാന്ന് തോന്നുന്നു നമ്മുടെ പുറകെ അത്ര സ്പീഡിൽ അവർക്ക് ഓടാൻ പറ്റുന്നില്ല. എന്നാലും ആ താരം എന്റെ പുറകെ തന്നെ ഉണ്ട്. ഇടയിലൂടെ ഒക്കെ വന്നി. ഇതിനെ ഇനി എങ്ങനെ കൊല്ലും? ഞാനാണെങ്കിൽ ഇതിനകത്ത് പെട്ടുമ്പോ ഈ ഷിൻജാനെ കെട്ടി വിട്ടേക്കണ്. ഓ നോ, എനിക്ക് ചിന്തിച്ചിട്ടൊന്നും കിട്ടണല്ലോ. അതേ വണ്ടി പിന്നെ സൈഡിൽ വെടിവെക്ക്. ഇൻ ദ നെയിം ഓഫ് ഗോഡ് ഒഴിഞ്ഞു പോ ഗ്രാനി. ഗോ വീട്ടിൽ പോ, ഇങ്ങോട്ട് വരല്ലേ. ഇത് തന്നെ നമ്മുടെ പുറകെ വന്നോണ്ടിരിക്കണത് കാളവണ്ടിയാന്ന് തോന്നുന്നു. എന്താണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഓടി നമ്മുടെ ഷിൻജാന്റെ അടുത്തേക്ക് പോവാ. ഓ ഈ തള്ള എന്നെ ഫുള്ള് ഈ പറമ്പ് മുഴുവനും കിടത്തി ഓടിക്കണ. ഓടി വന്നി തള്ളക്ക് ഭ്രാന്തായ. അതേ ഓടി വന്നി പുറകെ തള്ള അവലേക്ക് ചാക്ക്. എന്ത് പണ്ടാരോണത്. ലേസർ കണ്ടിട്ട് അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് സൗണ്ട് എഫക്ട്സ് ഇട്ട് കൊടുക്കണ പോലെ ഉണ്ട്. അവർ ഓടി പുറകെ തന്നെ വന്നി. ഷിൻജാനെ മോനെ നോക്കണോ? ഇപ്രാവശ്യം ഞാൻ അവരെ എന്തായാലും കീഴ്പ്പെടുത്തും. താഴെ വീഴ് ഗ്രാനി, വീഴ്. കം ഓൺ, ഗോ ടു ഹെൽ. ഇതിനകത്ത് അവളെ നമ്മൾ വീഴ്ത്തും. ഷിൻജാനെ ദേടാ ഗ്രാനി വീണടാ. കൊന്ന് നമ്മള് ഗ്രാനിനെ കീഴ്പ്പെടുത്തി. ഫ്രാങ്ക്ലിൻ ബോയ് ഷിൻജാനെ വാടാ, നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ഇടാം. ഇനി നമ്മളിവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല. ഇനി നിന്ന് കഴിഞ്ഞാൽ ഗ്രാനിയുടെ വേറെ ആരെങ്കിലും ഒക്കെ നമ്മളെ പിടിച്ചോണ്ടുപോകും. വാടാ ഷിൻജാനെ, എന്റെ പുറകെ ഓടി വാടാ കുട്ടാ. ഫ്രാങ്ക്ലിൻ ബോയ് ജീവനോടെ തിരിച്ചു കാണാൻ പറ്റുമെന്ന് ഓർത്തില്ല. എന്നാലും എന്റെ പൊന്നോ ഈ ഗ്രാനി രണ്ടെണ്ണോട് കൊടുക്കും. ഫ്രാങ്ക്ലിൻ ബോയ് വാ മതി. ഫ്രാങ്ക്ലിൻ ബോയ് നമുക്ക് ഇനി ഇവിടെ പോകാം. എടാ നിനക്ക് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ഇവരുള്ള ദേഷ്യം. ഓ വേണ്ട പ്രേതമായി പോയില്ലേ കേട്ടല്ലോ. നീ വന്നിട്ട് ഷിൻജാനെ വാ, നമുക്ക് ഈ രാജ്യം വിടാം. ഫ്രാങ്ക്ലിൻ ബോയ് വാ, നമുക്ക് രക്ഷപ്പെടാം. ആ കാർ എടുത്തു, അതിൽ കയറിക്കോ. ഇതല്ലേ നമ്മളെ കൊണ്ടുവന്ന കാറ്. നമുക്ക് ഇത് തന്നെ എടുത്ത് രാജ്യം വിടാം. ഞാൻ കേറട്ടെ ഫ്രാങ്ക്ലിൻ ബോയ്. പെട്ടെന്ന് കേറ് ഷിൻജാനെ, വേഗം കേറ്.